കമ്പ്യൂട്ടറിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ടോ? കുറച്ച് ലളിതമായ ട്രിക്കുകൾ ഉപയോഗിച്ചിട്ട് അവ സാധ്യമാക്കാമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നുണ്ടോ? ഞാനിതാ നിങ്ങൾക്ക് എങ്ങനെ ഒരു സോഫ്റ്റ്വെയറും ഉപയോഗിക്കാതെ ഒരു ഫോൾഡർ ലോക്ക് ചെയ്യാമെന്നും ഒറ്റ ക്ലിക്കിൽ കൂടുതൽ ഫയലുകൾ തിരഞ്ഞെടുക്കാമെന്നും ക്ലോസ് ചെയ്ത ടാബ് എളുപ്പത്തിൽ വീണ്ടും തുറക്കുന്നതെങ്ങനെയെന്നും കാണിച്ചു തരാൻ പോവുകയാണ്. അവസാനം വരെ എന്നോടൊപ്പം ഉണ്ടാവുക. ഞാനൊരു ബോണസ് ടിപ്പ് കൂടി പറഞ്ഞു തരാം, അത് നിങ്ങളെ അത്ഭുതപ്പെടുത്തും. ട്രിക്ക് 1. ഒരു ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ക്ലോസ് ചെയ്ത ടാബ് വീണ്ടും തുറക്കുക. എപ്പോഴെങ്കിലും ബ്രൗസർ ടാബ് അറിയാതെ ക്ലോസ് ചെയ്യുമ്പോൾ വിഷമം തോന്നിയിട്ടുണ്ടോ? വിഷമിക്കേണ്ട, ഇതാ ഒരു എളുപ്പവഴി. നിങ്ങൾ ഇതുപോലെ ബ്രൗസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അറിയാതെ നിങ്ങളൊരു ടാബ് ക്ലോസ് ചെയ്തു പോയെന്ന് വെക്കാം. ആ ടാബ് റീഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ Ctrl+Shift+T അമർത്തിയാൽ മതി. അതുപോലെ ഒന്നിൽ കൂടുതൽ ടാബ് നമ്മൾ ക്ലോസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അതിനും നമ്മൾ Ctrl+Shift+T തന്നെ അമർത്തിയാൽ മതി. ഇപ്പോൾ ഞാനിവിടെ 2 ടാബ് ക്ലോസ് ചെയ്തു പോയി അറിയാതെ. Ctrl+Shift+T ആദ്യം ഒന്ന് പ്രസ് ചെയ്തു, അടുത്തതും പ്രസ് ചെയ്തു. ഇപ്പോൾ രണ്ടും നമുക്ക് വന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്കിങ്ങനെ Ctrl+Shift+T ഉപയോഗിച്ചിട്ട് എളുപ്പത്തിൽ ക്ലോസ് ആയിപ്പോയ ടാബ് റീഓപ്പൺ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി പ്രധാനപ്പെട്ട ഒരു ടാബ് അറിയാതെ അടച്ചു പോകുമ്പോൾ ഈ ഒരു ട്രിക്ക് ഒരു ജീവൻ രക്ഷകനാണ്. രണ്ടാമത്തെ ട്രിക്ക്, ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കാതെ നിങ്ങളുടെ പ്രൈവറ്റ് ഫോൾഡർ ലോക്ക് ചെയ്യുന്നത് എങ്ങനെയെന്നാണ്. അതിനായിട്ട് നിങ്ങൾ ആദ്യം ഒരു നോട്ട് പാഡ് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത കോഡ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഈ ഒരു കോഡിൽ യുവർ ഫോൾഡർ നെയിം എന്നുള്ള ഭാഗത്ത് മൊത്തം നമുക്ക് ഏത് ഫോൾഡറാണോ ലോക്ക് ചെയ്യേണ്ടത് ആ പേര് കൊടുക്കുക. ഞാനിവിടെ Ctrl+H അടിച്ചിട്ട് ഫൈൻഡ് വോട്ട് എന്നെടുത്ത് യുവർ ഫോൾഡർ നെയിമും എൻ്റെ ഫോൾഡറിൻ്റെ പേര് ഇവിടെ റീപ്ലേസ് വിത്ത് എന്നുള്ളടുത്ത് പ്രൈവറ്റ് എന്നും കൊടുത്തിട്ട് റീപ്ലേസ് ഓൾ കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഫയലിൽ സേവ് ആസിൽ നമ്മൾ ഏത് ഫോൾഡറാണ് ലോക്ക് ചെയ്യാനുള്ളത് അതിൻ്റെ പുറത്തെ ഫോൾഡറിൽ ലോക്ക് folder.bat എന്ന് ഈ ഒരു ഫയൽ സേവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു പുതിയൊരു ബാറ്റ് ഫയൽ വന്നതായിട്ട് കാണാം. അത് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. ഈ കമാൻഡ് നമ്മളോട് ചോദിക്കുകയാണ് ആ ഫോൾഡർ ലോക്ക് ചെയ്യണോ എന്നുള്ളത്. നമ്മൾ യെസ് കൊടുക്കുക. ഇനി ലോക്ക് ചെയ്യാനുള്ള പാസ്വേഡ് കൊടുക്കാൻ പറയും. നമുക്കിവിടെ പാസ്വേഡ് 123 എന്ന് കൊടുക്കാം. അത് കൺഫേം ചെയ്യാൻ വേണ്ടി പറയും. അതും പാസ്വേഡ് 123 എന്ന് കൊടുക്കാം. എൻ്റർ അടിക്കാം. അപ്പോൾ നമുക്കിവിടെ പ്രൈവറ്റ് എന്ന ഫോൾഡർ ഇവിടുന്ന് പോയതായിട്ട് കാണാം. ഇനി അത് തിരിച്ച് നമുക്ക് ലോക്ക് ചെയ്ത ഫോൾഡർ അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ ഒരു ബാറ്റ് ഫയൽ തന്നെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ കൊടുത്ത പാസ്വേഡ് ഇവിടെ അടിക്കുക. പാസ്വേഡ് 123 കൺഫേം പാസ്വേഡ് എന്നുള്ളിടത്തും പാസ്വേഡ് 123 അടിക്കുക. എൻ്റർ അടിക്കാം. നമുക്ക് ആ ഒരു ഫോൾഡർ തിരിച്ചു വന്നതായിട്ട് കാണാം. ഇപ്പോൾ എത്ര എളുപ്പമാണെന്ന് കണ്ടോ? ഇതൊരു ലളിതമായ കോഡാണ്. ഇതിലൊരു പൂർണ്ണമായിട്ടുള്ള സുരക്ഷയില്ല. പ്രധാനപ്പെട്ട ഫയലുകൾക്ക് ഇത് ഉപയോഗിക്കരുത്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോൾഡർ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫയൽ ഉപയോഗിക്കാവുന്നതാണ്. മൂന്നാമത്തെ ട്രിക്ക്, ഷിഫ്റ്റും കൺട്രോളും ഉപയോഗിച്ച് കൂടുതൽ ഫയലുകൾ സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഒരു വലിയ ലിസ്റ്റിൽ നിന്ന് ഒന്നിലധികം പ്രത്യേക ഫയലുകൾ തിരഞ്ഞെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ട്രിക്ക് നിങ്ങളുടെ സമയം ലാഭിക്കും. അപ്പോൾ ആവശ്യമുള്ള ഫയൽ നമുക്ക് കൺട്രോൾ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതുപോലെ ഷിഫ്റ്റ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ഈ കാഷ്വൽ നോട്ട് എന്നുള്ളത് മൊത്തമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നിങ്ങനെ കൺട്രോൾ ഉപയോഗിച്ച് പ്രസ് ചെയ്യുന്നതിന് പകരം ആദ്യത്തെ ഫയലിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഷിഫ്റ്റ് അമർത്തി പിടിച്ചിട്ട് നമുക്ക് അവസാനമായിട്ട് വേണ്ട ഫയലും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള എല്ലാ ഫയലും ഒറ്റയടിക്ക് സെലക്ട് ആയിട്ട് വരുന്നതായിട്ട് കാണാം. എന്നിട്ട് നമുക്ക് എളുപ്പത്തിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ കൊള്ളാമല്ലോ. ധാരാളം ഫയലുകളുമായി ഉപയോഗിക്കേണ്ടി വരുമ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾക്കൊരു രക്ഷകനായിട്ട് മാറും. ഇനിയാണ് ബോണസ് ടിപ്പ്. എല്ലാ തുറന്ന വിൻഡോകളും പെട്ടെന്ന് മിനിമൈസ് ചെയ്ത് ഡെസ്ക്ടോപ്പിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടോ? നമ്മൾ Windows+D അമർത്തി കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് ഡെസ്ക്ടോപ്പിലേക്ക് പോകാൻ വേണ്ടി സാധിക്കും. ഞാനിവിടെ Windows+D അമർത്താണ്. അപ്പോൾ നമുക്ക് ഡെസ്ക്ടോപ്പിലേക്ക് വന്നു. അതുപോലെ തിരിച്ച് ഡെസ്ക്ടോപ്പിൽ നിന്ന് നമ്മൾ ഓപ്പൺ ചെയ്തു വെച്ച വിൻഡോയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് Windows+D ഒന്നും കൂടി അമർത്തിയാൽ മതി. അപ്പോൾ നമ്മൾ മിനിമൈസ് ചെയ്ത എല്ലാ ടാബും തിരിച്ച് റീഓപ്പണായി വരുന്നതായിട്ട് കാണാം. ഈ ട്രിക്കുകളൊക്കെ ചെറുതായി തോന്നാമെങ്കിലും അവ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന രീതിയെ മാറ്റും. അവ പരീക്ഷിച്ച് നോക്കൂ. നിങ്ങളുടെ പ്രിയപ്പെട്ടത് കമൻറ്റുകളിൽ അറിയിക്കുക. ഈ വീഡിയോ സഹായകരമായി തോന്നിയെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തുക. കൂടുതൽ ടിപ്സുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.